ഹക്കുജി എന്നു പേരുള്ള 11 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യൻ. അവൻ സ്വന്തമെന്ന് പറയാൻ കിടപ്പിലായ ഒരു അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ. അവൻ്റെ അച്ഛന് മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടി ഹക്കുജി മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കുമായിരുന്നു. മോഷ്ടിക്കുന്നതും അതിനിടെ പിടിക്കപ്പെടുന്നതും ശിക്ഷയെ കിട്ടുന്ന ചാട്ടവാറടിയുമെല്ലാം അവന് ശീലമായിരുന്നു. ഓരോ പ്രാവശ്യം മോഷ്ടിക്കുമ്പോഴും കള്ളനാണെന്നറിയിക്കാൻ കുറ്റം ചെയ്ത ആളിൻ്റെ കയ്യിൽ പച്ച കുത്തുന്ന പതിവുണ്ടായിരുന്നു. ഓരോ കൈയിലും 3 പ്രാവശ്യം വീതം പച്ച കുത്തിയതിന് ശേഷവും തെറ്റി വീണ്ടും ആവർത്തിച്ചാൽ കൈ അറുത്ത് കളയുന്നതാണ് അടുത്ത നടപടി. 3ാമത്തെ തവണയും പച്ച കുത്തിയതിനു ശേഷം അടുത്ത തവണ നിന്റെ കൈ മുറിച്ച് കളയുമെന്ന് അധികാരികൾ ഹക്കുജിയോട് പറഞ്ഞു. പക്ഷെ അതിന് മറുപടിയായി അവൻ ധിക്കാരത്തോടെ പറഞ്ഞത്, കൈ പോയാലും കാല് 2 ഉണ്ടല്ലോ, എനിക്കത് തന്നെ ധാരാളം എന്നായിരുന്നു. ഹക്കുജിയുടെ ഈ പ്രവൃത്തികൾ കാരണം എല്ലാവരും അവനെ ഡീമൺ ചൈൽഡ് എന്നാണ് വിളിച്ചിരുന്നത്. ശിക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടിയെത്തിയ ഹക്കുജി കേൾക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ മരണവാർത്തയാണ്. മകൻ വീണ്ടും പിടിക്കപ്പെട്ടു എന്നറിഞ്ഞ വിഷമത്തിൽ തൂങ്ങി മരിച്ചതാണ്. അവന് വേണ്ടി ഒരു മരണക്കുറിപ്പ് മാത്രം ബാക്കി വെച്ചിട്ടാണ് അവൻ്റെ അച്ഛൻ പോയത്. മറ്റുള്ളവരിൽ നിന്നും മോഷ്ടിച്ച പണം കൊണ്ട് എനിക്ക് ജീവിക്കണ്ട. നിനക്കിനിയും നല്ലൊരു ജീവിതം തുടങ്ങാനുള്ള സമയമുണ്ട്. ഞാൻ നിനക്കൊരു ഭാരമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത്രയുമാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്. താൻ കാരണമാണ് അവൻ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നതെന്ന കുറ്റബോധം അവൻ്റെ അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു. തൻ്റെ മരണശേഷമെങ്കിലും അവന് സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കാൻ പറ്റുമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അച്ഛന് വേണ്ടി മരിക്കാൻ പോലും അവന് മടിയില്ലായിരുന്നു. അച്ഛന് വേണ്ടി കഷ്ടപ്പെടുന്നത് അവനൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുമില്ല. അച്ഛന് ആവശ്യമായ മരുന്നുകൾ വാങ്ങിക്കണം, ഒരു നേരമെങ്കിലും വയറു നിറച്ച് ആഹാരം കൊടുക്കണം. അതിനുവേണ്ടിയാണ് അവൻ കഷ്ടപ്പെട്ടത്. അതിനുശേഷം ക്രിമിനൽ സ്വഭാവമുള്ള ഹക്കുജിയെ നാട്ടിൽ നിന്നും പുറത്താക്കി. പക്ഷേ എവിടെ പോയാലും അവിടെയുള്ള ആളുകളുമായി അവൻ അടിയുണ്ടാക്കുമായിരുന്നു. അവൻ എല്ലാവരോടും ദേഷ്യമായിരുന്നു. ഒരു ദിവസം അവനേക്കാൾ വലിപ്പമുള്ള പ്രായപൂർത്തിയായ 7 പേരെ അവൻ ഒറ്റയ്ക്ക് അടിച്ചിരുന്നത് കണ്ട് കേസോ എന്ന് പറയുന്ന ഒരാൾ അവൻ്റെ അടുത്തേക്ക് വന്നു. സ്വന്തമായി ഒരു ഡോജോ നടത്തുന്ന ആളാണ് കേസോ. പക്ഷെ അവിടെ ആരും വരാറില്ല. ഹക്കുജിയുടെ ഫൈറ്റിംഗ് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കേസോ അവനെ തൻ്റെ കൂടെ ചെല്ലാൻ ക്ഷണിച്ചു. എപ്പോഴും സന്തോഷത്തോടെ പെരുമാറുന്ന കേസോയെ കണ്ട് ഹക്കുജിക്ക് ദേഷ്യം വന്നു. അവൻ അയാളെ അടിക്കാനായി പോയതും കേസോ അവനെ അനായാസം കീഴ്പ്പെടുത്തി. അതിനുശേഷം കേസോ തൻ്റെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. കേസോയ്ക്ക് സ്റ്റുഡൻസ് ആരും ഇല്ലാത്തതുകൊണ്ട് കൂലിപ്പണികളും മറ്റും ചെയ്താണ് പണം സമ്പാദിക്കുന്നത്. അയാൾക്ക് സുഖമില്ലാത്തൊരു മകളുണ്ട്. അവളെ നോക്കുന്ന ജോലി കേസോ ഹക്കുജിയെ ഏൽപ്പിച്ചു. കേസോയുടെ മകളുടെ പേരാണ് കൊയൂക്കി. സുഖമില്ലാതെ കിടക്കുന്ന അവളെ കാണുമ്പോൾ ഹക്കുജിക്ക് അവൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. ചെറുപ്പം മുതലേ അവൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിയ പരിചയമുള്ളതുകൊണ്ട് കൊയൂക്കിയെ നോക്കുന്നത് അവന് എളുപ്പമായി തോന്നി. കൊയൂക്കിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ എല്ലാ വർഷവും ഉത്സവ സമയത്ത് നടക്കാറുള്ള ഫയർ വർക്ക്സ് കാണണമെന്ന്. പക്ഷെ അവളുടെ രോഗാവസ്ഥ കാരണം ഒരു പ്രാവശ്യം പോലും കാണാൻ പറ്റിയിട്ടില്ല. നിനക്ക് കുറച്ചുകൂടി ഭേദമായാൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പോകാമെന്നും ഹക്കുജി പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ അവൾ കരയാൻ തുടങ്ങി. അടുത്ത വർഷം വരെ ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന കൊയൂക്കിക്ക് ഹക്കുജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജീവിതത്തോട് കുറച്ച് പ്രതീക്ഷ തോന്നാൻ തുടങ്ങി. കൊയൂക്കിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ബാക്കി സമയങ്ങളിൽ കേസോയോടൊപ്പം ട്രെയിനിങ് ചെയ്യുന്നതും ഹക്കുജി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇവരുടെ ഡോജോയുടെ തൊട്ടടുത്തായി മറ്റൊരു ഡോജോ കൂടി ഉണ്ടായിരുന്നു. അവർ കേസോയുടെ ഡോജോയും അതിരിക്കുന്ന സ്ഥലവും സ്വന്തമാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റ് സ്റ്റുഡൻസ് ആരും വരാത്തതിൻ്റെ കാരണവും അവരാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കൊയൂക്കിയുടെ അസുഖം ഭേദപ്പെട്ട് വരാൻ തുടങ്ങി. അവൾക്കിപ്പോൾ സ്വന്തമായി എഴുന്നേറ്റ് നടക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും പറ്റുമായിരുന്നു. ഹക്കുജിയുടെ കെയറിങ്ങും സ്നേഹവും വലിയ മാറ്റമാണ് കൊയൂക്കിയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ കേസോ തൻ്റെ ഡോജോയും കൂടാതെ തൻ്റെ മകളെയും ഹക്കുജിക്ക് നൽകാൻ തീരുമാനിച്ചു. ഒരു കള്ളനായി തന്നെ ജീവിച്ചു മരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഹക്കുജിക്ക് അവൻ്റെ അച്ഛൻ അവന് വേണ്ടി ആഗ്രഹിച്ച പോലൊരു ജീവിതം സാധ്യമാണെന്ന് തോന്നി. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരായി മാറി കേസോയും കൊയൂക്കിയും. അവർക്ക് വേണ്ടി മരിക്കാൻ പോലും അവൻ തയ്യാറായിരുന്നു. അടുത്ത ഫെസ്റ്റിവൽ സമയത്ത് ഹക്കുജി വാക്കുകൊടുത്ത പോലെ തന്നെ കൊയൂക്കിയെ ഫയർ വർക്ക്സ് കാണാൻ കൊണ്ടുപോയി. ശരിക്കും അവളെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് കൊയൂക്കി അവനോട് ചോദിച്ചു. മനഃപൂർവ്വമല്ലെങ്കിലും അവൻ്റെ വാക്കുകളാണ് അവൾക്ക് ജീവിക്കാൻ ധൈര്യം കൊടുത്തത്. അവൻ അവിടെ വെച്ച് അവൾക്ക് വാക്കുകൊടുത്തു, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇവർ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച ഉടനെ ഹക്കുജി അവൻ്റെ നാട്ടിലേക്ക് പോയി അവൻ്റെ അച്ഛൻ്റെ കല്ലറയ്ക്കടുത്ത് ചെന്ന് കല്യാണക്കാര്യം അറിയിക്കും. പക്ഷെ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നുവെന്ന് തിരിച്ചെത്തുമ്പോഴാണ് അവൻ അറിയുന്നത്. തൊട്ടടുത്ത ഡോജോയിലുള്ളവർ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ വെള്ളത്തിൽ വിഷം കലക്കിയിരുന്നു. അവൻ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് 2 പേരുടെയും മൃതശരീരമാണ്. അവസാനം അവൻ കൊടുത്ത വാക്ക് പാലിക്കാൻ അവന് സാധിച്ചില്ല. അവൻ ആരെയാണോ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചത് അവർ 2 പേരും അവൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നു. സങ്കടവും ദേഷ്യവും അടക്കാൻ കഴിയാതെ ഹക്കുജി അടുത്തുള്ള ഡോജോയിലെ 67 പേരെ സ്വന്തം കൈകൾ കൊണ്ട് കൊന്നു. മരിച്ചവർ മനുഷ്യരാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരുടെ ശരീരങ്ങൾ കിടന്നിരുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ രൂപം പോലും നഷ്ടപ്പെട്ടിരുന്നു. പല ശരീരഭാഗങ്ങളും ചതഞ്ഞരഞ്ഞ അവസ്ഥയിലായിരുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് എല്ലാവരും അതിശയിച്ചു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് എന്തിനു ജീവിക്കണമെന്ന് പോലും അറിയാതെ നടക്കുന്ന ഹക്കുജിയുടെ മുന്നിലേക്ക് മുസാൻ കിബുസുജി എത്തി. അവൻ്റെ ശക്തി മനസ്സിലാക്കിയ മുസാൻ ഹക്കുജിയെ ഡീമനാക്കാൻ നോക്കും. ജീവിക്കാനുള്ള എല്ലാ കാരണങ്ങളും നഷ്ടപ്പെട്ട ഹക്കുജി അതിന് കീഴടങ്ങി. ഡീമൻ ആവുന്നതോടുകൂടി മനുഷ്യനായിരുന്നപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അവൻ മറന്നു.
ഓർക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം. അവസാനം മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് പഴയതെല്ലാം ഓർക്കുന്നത്. ടാഞ്ചിറോയും ഗിയുവും ചേർന്നാണ് അക്കാസയെ തോൽപ്പിക്കുന്നതെങ്കിലും അവൻ മരിക്കുന്നത് അവരുടെ കൈകൊണ്ടല്ല. തലയേറ്റുപോയതിനു ശേഷവും മരിക്കാത്ത അക്കാസ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത ശേഷം സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ റീജനറേഷൻ കാരണം അവന് മരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയിരിക്കെ കൊയൂക്കിയുടെ രൂപം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വരും. ഇനിയും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി വിശ്രമിക്കാം എന്നവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ സന്തോഷത്തോടു കൂടി ഒന്നുമില്ലായ്മയിലേക്ക് സ്വയം മാഞ്ഞു പോകുന്നു.